ഹായ് ഫ്രണ്ട്സ്, റാഫിസാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേസ് സ്റ്റഡിയെ കുറിച്ചിട്ടാണ്. ഈ റീസെൻ്റ്ലി ഒരു ഖത്തറിൽ നിന്ന് വന്ന ഒരു പ്രോജക്റ്റ്. അത് ഇ കോമേഴ്സ് പ്രോജക്റ്റാണ്. ഇ കോമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയൊരു വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പേജ്, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്ലേസ്മെന്റ് ചെയ്യും. അപ്പോൾ ഒരു പേജ് ബ്ലോക്ക് ആകുമ്പോൾ അടുത്ത പേജിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് എൻ്റെ മുമ്പിൽ വന്നത്, ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ മെയിനായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് വെറുതെ പോസ്റ്റ് ഇടുന്നു, പിന്നെ ജസ്റ്റ് ബൂസ്റ്റ് ചെയ്യാണ്. വലിയൊരു എമൗണ്ടിന് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എൻക്വയറി വരുന്നു, കുറേയൊക്കെ കൺവേർട്ട് ആവുന്നു. മെസ്സഞ്ചറിലേക്ക് വരുന്നത് ഫിലിപ്പീനോ, ഇന്തോനേഷ്യ പോലുള്ള ഹൗസ് മെയ്ഡ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ബ്യൂട്ടി പ്രോഡക്ട്സ്, ഫാഷൻ പ്രോഡക്ട്സ്. ആ പ്രോഡക്ട്സ് ഇത്ര എൻക്വയറികൾ വരുന്ന എൻക്വയറികൾ എല്ലാം ഒന്നും കൺവേർട്ട് ആവുന്നില്ല. യാതൊരു ഒരു സിസ്റ്റം ഇല്ല. ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത് ഈ പ്രോജക്റ്റ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ക്ലയന്റിന് ഇപ്പൊ പഴയ പോലെ എൻക്വയറി കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളൊരു കസ്റ്റം ഓഡിയൻസിന് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് എന്തെങ്കിലും ലുക്ക് ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഒരു കസ്റ്റം ഓഡിയൻസ് എന്താണ് എന്നുള്ളത് അവർക്ക് അതിനെ കുറിച്ചിട്ട് അവെയർ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ പിക്സൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കസ്റ്റം ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതിൽ നിന്ന് നമുക്ക് ലുക്ക് ഓഡിയൻസിനെ ഡിറൈവ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ഓഡിയൻസ് നല്ലത് കിട്ടുമ്പോൾ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ഓഡിയൻസിന് കിട്ടുമെന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് അവർ അതിനെക്കുറിച്ച് അവെയർ ആവുന്നത്. അപ്പൊ ഞാനിത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്ത് അഡ്വർടൈസ്മെന്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു 50 lakhs to 1 CRന്റെ ബിസിനസ് നടക്കുന്നുണ്ട് ഓൾ ഓവർ. അപ്പൊ ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ക്ലയൻസിനെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടലിൽ കൊണ്ട് കായം കലക്കുന്ന പോലെയാണ്. ഒരുപാട് ആളുകളിലേക്ക് ആഡ്സ് ചെല്ലും, പക്ഷെ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് അഡ്വർടൈസ്മെന്റ് പോകുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിനെ പെർഫെക്റ്റ് ആക്കാൻ നോക്കുക, കറക്റ്റ് ആക്കാൻ നോക്കുക ഓഡിയൻസിന്റെ കേസിൽ. രണ്ടെന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ്, നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ അത് കൊടുക്കണം. ഏറ്റവും മിനിമം ബഡ്ജറ്റ് ആണെങ്കിൽ മിനിമം ബഡ്ജറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ആഡ്സ്. പിന്നെ ഉള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി ഉള്ള ക്രിയേറ്റീവ്സും പിന്നെ അവരെ ട്രാക്ക് ചെയ്യാനുള്ള സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്ത ഒരു പ്രിവിയർ എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. അടിപൊളി ആപ്പാണ്. അതൊരു AI ടൂളാണ്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ലീഡ്സ് നമുക്ക് സ്പോട്ടിൽ കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ കിട്ടുന്ന ലീഡ്സിന് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾക്ക് സ്പോട്ടിൽ തന്നെ വാട്സപ്പ് മെസ്സേജൊക്കെ അയച്ചു കൊടുക്കാം. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് GCCയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ്. പോസ്റ്റ് ചെയ്യും, എന്നിട്ട് അത് ബൂസ്റ്റ് ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നിപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ആഡ്സ് ചെയ്യുന്നതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്യുന്നതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ വേറൊരു സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ റീസെൻ്റ്ലി ട്രൈ ചെയ്ത അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ കേസ് സ്റ്റഡി പബ്ലിഷ് ചെയ്യാം. ഞാനൊരു ഖത്തറിൽ തന്നെയുള്ള ഒരു ക്ലയന്റിന് വേണ്ടി ഞാനൊരു സ്നാപ്ചാറ്റിൽ ഒരു ക്യാമ്പയിൻ റൺ ചെയ്തായിരുന്നു. ഹ്യൂജ് സക്സസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊരു ആപ്പിളിന്റെ ഇതിന് വേണ്ടി, ആപ്പിൾ സർവീസ് സെന്ററിന് വേണ്ടിയിട്ട് ചെയ്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിൽ നമ്മൾക്ക് മാർക്കറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇങ്ങനെയുള്ള നല്ല ആഡ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടും സിസ്റ്റമാറ്റിക് ആയിരിക്കും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട്, ഫേസ്ബുക്ക് ആഡ്സിനെ കുറിച്ച്, ഗൂഗിൾ ആഡ്സിനെ കുറിച്ച്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആഡ്, പുതിയ AI ടൂൾസുകൾ, പെർഫോമൻസ് മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് നിങ്ങൾ കാണുക. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം, പിക്സൽ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ കസ്റ്റം ഓഡിയൻസ് ഉണ്ടായിരിക്കണം, ലുക്ക് ഓഡിയൻസ് ഉണ്ടായിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ടായിരിക്കണം, ആഡ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ബിസിനസ് കിട്ടുള്ളൂ. സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.